ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൽക്കി 2898 AD പ്രഭാസ് നായകനായി നാഗാശ്വൻ സംവിധാനം ചെയ്ത് ജൂൺ 27 ലോകമെമ്പാടുമായി തിയേറ്ററിലെത്തിയ പാൻ ഇന്ത്യൻ ചരിത്ര ബ്രഹ്മാണ്ഡ സിനിമ. ചിത്രം തിയേറ്ററിലെത്തി ആദ്യത്തെ തിങ്കളാഴ്ച കൂടിയായ 5-ാം ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. എല്ലാ സിനിമകളെ പോലെ തന്നെ ആദ്യ വർക്കിംഗ് ദിനം കൂടിയായ ഈ തിങ്കളാഴ്ച ചിത്രത്തിന്റെ കളക്ഷനിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. പ്രഭാസ്, അമിതാഭ് ബച്ചൻ, ദീപിക പദുകോൺ, കമലഹാസൻ, ദുൽഖർ സൽമാൻ, അന്നാബൻ, വിജയ് ദേവരകൊണ്ട എന്നിങ്ങനെ വമ്പൻ താരനിരയുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമ ഹെവി പോസിറ്റീവ് അഭിപ്രായമായിരുന്നു ആദ്യ ദിവസം നേടിയെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചിത്രം ആദ്യ ദിവസം ലോകമെമ്പാടുമായി നേടിയെടുത്തത് 191 കോടി 50 ലക്ഷം രൂപയായിരുന്നു. രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച ഈ ചിത്രം ലോകമെമ്പാടുമായി 107 കോടിയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് തന്നെ ലോകമെമ്പാടുമായി 298 കോടി 50 ലക്ഷം രൂപയാണ് ഈ ചിത്രം കളക്ട് ചെയ്തത്. മൂന്നാം ദിവസമായ ശനിയാഴ്ച ഈ ചിത്രം ലോകമെമ്പാടുമായി കളക്ട് ചെയ്തത് 116 കോടി 50 ലക്ഷം രൂപയായിരുന്നു. ആദ്യ 3 ദിവസം കൊണ്ട് ഈ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 415 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. ഇനി 4-ാം ദിനവും വീക്കെൻഡും കൂടിയ ഞായറാഴ്ചയുടെ കളക്ഷനിലേക്ക് വന്ന ലോകമെമ്പാടുമായി 140 കോടി രൂപ ഈ ചിത്രം കളക്ട് ചെയ്തിരിക്കുകയാണ്. ഇത് സംബന്ധമായ ഔദ്യോഗിക പോസ്റ്റർ വൈജയന്തി മൂവീസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 555 കോടി രൂപയാണ് ഈ ചിത്രം കളക്ട് ചെയ്തിട്ടുള്ളത്. ഇനി 5-ാം ദിവസമായ ഇന്ന് തിങ്കളാഴ്ചയിലെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ 50-55 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. അപ്പോൾ ആദ്യ 4 ദിവസം കൊണ്ട് തന്നെ ലോകമെമ്പാടുമായി 555 കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുത്ത ഈ സിനിമ 5-ാം ദിവസം ഇന്ന് തിങ്കളാഴ്ചയോടെ 610 കോടിയോളം രൂപ കളക്ട് ചെയ്യും എന്ന് ഉറപ്പായിട്ടുണ്ട്. ഇനി ഈ ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ ദിവസം 2 കോടി 86 ലക്ഷം കളക്ട് ചെയ്ത സിനിമ 2-ാം ദിവസമായ വെള്ളിയാഴ്ച കളക്ട് ചെയ്തത് 2 കോടി 73 ലക്ഷം രൂപയായിരുന്നു. 3-ാം ദിവസമായ ശനിയാഴ്ച ഈ ചിത്രം 3 കോടി 11 ലക്ഷം രൂപ കളക്ട് ചെയ്തപ്പോൾ വീക്കെൻഡ് കൂടിയായ 4-ാം ദിവസമായ ഞായറാഴ്ച 4 കോടി 5 ലക്ഷം രൂപയാണ് ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത്. ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് കേരള വിതരണാവകാശം ഏറ്റെടുത്ത ഈ സിനിമയുടെ 4 ദിവസത്തെ വീക്കെൻഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 12 കോടി 75 ലക്ഷം രൂപയാണ്. ആഗോളതലത്തിൽ 5-ാം ദിവസമായ തിങ്കളാഴ്ച ഇടിഞ്ഞതുപോലെ തന്നെ കേരള ഗ്രോസ് കളക്ഷനിലും ഇന്ന് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ 2 കോടിക്ക് താഴെ മാത്രമാണ്. അതായത് 1 കോടി 80 ലക്ഷം മുതൽ 1 കോടി 90 ലക്ഷം രൂപ വരെ ഇന്ന് ഈ ചിത്രം നേടിയെടുത്തേക്കാം. അങ്ങനെ ആദ്യ 5 ദിവസം കൊണ്ട് ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി ഏകദേശം 14 കോടി 50 ലക്ഷം രൂപയ്ക്ക് കൂടുതൽ നേടിയെടുത്തിരിക്കുകയാണ്. 5-5.5 കോടി റേഞ്ചിൽ ചിത്രത്തിന്റെ കേരള തിയേറ്റർ റേറ്റ് സ്വന്തമാക്കിയ വേഫെയർ ഫിലിംസിന് ബ്രേക്ക് ഈവൻ പോയിന്റ് മറികടക്കാൻ 12 കോടി രൂപയായിരുന്നു വേണ്ടിയിരുന്നത്. നിലവിൽ കേരളത്തിൽ ക്ലീൻ ഹിറ്റ് വിജയം നേടിക്കഴിഞ്ഞ ഈ സിനിമ വേഫെയർ ഫിലിംസിന് വമ്പൻ ലാഭം നേടിക്കൊടുക്കും എന്ന് ഉറപ്പായിട്ടുണ്ട്. കൽക്കി 2898 AD എന്ന സിനിമയെക്കുറിച്ചും ഈ വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.